വെൽക്കം ടു മാർക്ക് പ്ലസ്. എല്ലാവർക്കും മാർക്ക് പ്ലസിലേക്ക് സ്വാഗതം. ഹലോ ചിൽഡ്രൻ, ഹൗ ആർ യു? We just do our activity book. The first unit, Hong Hong Toot Toot. നമുക്കിന്ന് ആക്ടിവിറ്റി ബുക്കിലെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. ഫസ്റ്റ് യൂണിറ്റ്, ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. Activity 1. Let us color the picture. എന്ത് പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ബസ്സാണ്. അപ്പോൾ നമുക്ക് ബസ്സിനെ കളർ ചെയ്യാം. What is the color of our bus? Yes, blue color. Then we can color the bus with blue color. നമുക്ക് ബസ്സിനെ ബ്ലൂ കളർ ചെയ്യാം. Then write here, this is a blue bus. This is a blue bus. Activity 2. What is hiding here? Color the shapes with dots in them. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ്? ഇവിടെ ആരോ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഡോട്ട്സ് ഉള്ള കോളങ്ങളിൽ കളർ ചെയ്യണം. നമുക്ക് കളർ ചെയ്ത് നോക്കാം. ഏതൊക്കെ കോളത്തിലാണ് ഡോട്ട്സ് ഉള്ളത്? ഓക്കെ, നമ്മൾ കളർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്ത് പിക്ചറാണ് ഇവിടെ കിട്ടിയത്? ദിസ് ഈസ് എ കാർ. ദിസ് ഈസ് എ കാർ. വാട്ട് ഈസ് ദ കളർ ഓഫ് അവർ കാർ? റെഡ് കാർ. Activity 3. Let us find out the vehicles. Color them too. മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്? ഇവിടെ കുറെ വാഹനങ്ങൾ തന്നിട്ടുണ്ട്. അത് കണ്ടുപിടിച്ചിട്ട് അതിനെ കളർ ചെയ്യുക. ഇവിടെ തന്നിട്ടുള്ള ചിത്രം കണ്ടോ? ഏതൊക്കെ വാഹനങ്ങളാണുള്ളത്? ഇവിടെ ഒരു ജീപ്പ് കാണുന്നുണ്ടല്ലേ? ജീപ്പുണ്ട്, സൈക്കിളുണ്ട്, ബസ്സുണ്ട്, പിന്നെയോ ഓട്ടോറിക്ഷയുണ്ട്, വാനുണ്ട്. കൂട്ടുകാരെ കാണുന്നില്ലേ? കൂട്ടുകാർ കണ്ടുപിടിക്കുന്ന ഓരോ വാഹനത്തിനും കളർ ചെയ്യുക. ഓക്കെ. Put a tick mark against the vehicles you have identified in the picture. ഇനി താഴെ കുറെ വെഹിക്കിൾസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതില് നമ്മൾ കണ്ടുപിടിച്ച ഏതൊക്കെ വാഹനങ്ങളുണ്ടെന്ന് ടിക്ക് ചെയ്യുക. ബസ്സുണ്ട്, ബൈസൈക്കിൾ ഉണ്ട്, സ്കൂട്ടർ ഉണ്ട്, ട്രെയിൻ ഇല്ല, എയ്റോപ്ലെയിൻ ഇല്ല, ജീപ്പ് ഉണ്ട്, മോട്ടോർ ബൈക്ക് ഉണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്, കാറില്ല, ലോറിയില്ല, ബോട്ടില്ല, വാനുണ്ട്. എത്ര വെഹിക്കിൾസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്? 7. Then activity 4. Which is your favorite vehicle? Draw and color it. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഏതാണ്? അതിവിടെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നിറം നൽകാം. എനിക്ക് ബസ്സാണ് ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ ബസ്സിന്റെ ചിത്രമാണ് വരക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ എന്തെഴുതാം? This is a bus, a blue bus. Activity 5. Let us match suitably. Draw a line and connect the vehicles and its name. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡില് വാഹനങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡില് അതിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അത് തമ്മിൽ വരച്ചു യോജിപ്പിക്കുക. ഏതൊക്കെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്? റെഡ് സ്കൂട്ടർ, blue motorbike,
green jeep, black bicycle. First one, red scooter. ഇതിലേതാണ് റെഡ് സ്കൂട്ടർ? അതിവിടെ ലെയിൻ ചെയ്തിട്ടുണ്ട്. Then ബ്ലൂ മോട്ടോർ ബൈക്ക്. ഏതാണ് ബ്ലൂ മോട്ടോർ ബൈക്ക്? ഇതാണല്ലേ. അപ്പൊ നമുക്കിവിടെ ലൈൻ വരച്ചു കൊടുക്കാം. ഗ്രീൻ ജീപ്പ്. ഗ്രീൻ ജീപ്പ് ഏതാണ്? വെരി ഗുഡ്. ഇതാണ് ഗ്രീൻ ജീപ്പ്. ദെൻ ബ്ലാക്ക് ബൈസിക്കിൾ. ബൈസിക്കിൾ ഏതാണ്? യെസ്, വെരി ഗുഡ്. അപ്പോൾ നമുക്കിവിടെ ലൈൻ വരച്ചു കൊടുക്കാം. Activity 6. Let us complete the picture using stickers. ഇവിടെ സ്റ്റിക്കേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. Activity 7. What are they talking? Complete their conversation. അവരെന്താണ് സംസാരിക്കുന്നുള്ളത്? അതിവിടെ നമുക്ക് എഴുതാം. ആരൊക്കെ തമ്മിലാണ് സംസാരിക്കുന്നുള്ളത്? കാർ ആൻഡ് എയ്റോപ്ലെയിൻ. കാർ എന്താണ് പറയുന്നത്? ഐ ഹാവ് വീൽസ്. എനിക്ക് വീൽസ് ഉണ്ട്. ഐ ടു ഹാവ് വീൽസ്. എയ്റോപ്ലെയിന് വീൽസ് ഉണ്ടോ? ഉണ്ടല്ലേ. എയ്റോപ്ലെയിനും പറയുന്നു ഐ ഹാവ് വീൽസ്. എനിക്കും വീൽസ് ഉണ്ട്. ഐ ടു ഹാവ് വീൽസ്. എന്നിട്ട് എയ്റോപ്ലെയിൻ എന്താ പറയുന്നത്? ഐ ഹാവ് വിങ്സ്. എനിക്ക് ചിറകുകളുണ്ട്. വിങ്സ് ഉണ്ട്. അപ്പോൾ കാർ എന്ത് പറയും? കാറിന് ചിറകുകളുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ കാർ എന്താ പറയുക? ഐ ഹാവ് നോ വിങ്സ്. എനിക്ക് വിങ്സുകൾ ഇല്ല. എന്നിട്ട് കാർ എന്താ പറയുന്നത്? ഐ ഹാവ് എ ഹോൺ. എനിക്കൊരു ഹോൺ ഉണ്ട്. അപ്പോൾ എയ്റോപ്ലെയിൻ എന്ത് പറയും? എയ്റോപ്ലെയിന് ഹോൺ ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ എയ്റോപ്ലെയിൻ പറയും ഐ ഹാവ് നോ ഹോൺ. ഐ ഹാവ് നോ ഹോൺ. Activity 8. Let us complete the sentences. എട്ടാമത്തെ ആക്ടിവിറ്റിയിൽ എന്താ പറയുന്നത്? സെന്റൻസുകൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, ബസ്സും കാറും ഉണ്ടല്ലേ. ബ്ലൂ ബസ് ആൻഡ് റെഡ് കാർ. ഇനി നമുക്കിതിന്റെ സെന്റൻസസ് കംപ്ലീറ്റ് ചെയ്യാം. This is a which color bus? This is a blue bus. Then what color the car? This is a red car. This is a red car. This is a blue bus. This is a red car. The bus has seats. ബസ്സിന് എന്തുണ്ട്? സീറ്റുകളുണ്ട്. കാറിനും സീറ്റുകളുണ്ടല്ലേ. The car has seats. പിന്നെന്തൊക്കെയുണ്ട് ബസ്സിന്? The bus has horn. കാറിനും ഹോൺ ഉണ്ടല്ലേ. The car has horn. പിന്നെന്തുണ്ട്? The bus has light. The car has light. The bus has wheels. ബസ്സിന് വീൽസ് ഉണ്ട്. The car has wheels. കാറിനും വീൽസ് ഉണ്ട്. Activity 9. What do they say? അവരെന്തൊക്കെയാണ് പറയുന്നുള്ളത്? ബസ് എന്ത് പറയുന്നു? ഹേ കാർ ഗിവ് വേ. കാർ എനിക്ക് വഴി തരൂ. അപ്പോൾ കാർ എന്താണ് പറഞ്ഞത്? നീ എനിക്ക് വഴി തരണം, അങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പോൾ എങ്ങനെ പറയും? യു മൂവ്. അപ്പോൾ പോലീസ്മാൻ എന്താ പറഞ്ഞത്? സ്റ്റോപ്പ്. പോലീസ്മാൻ സ്റ്റോപ്പ് എന്നല്ലേ പറഞ്ഞത്? യെസ്, സ്റ്റോപ്പ്. Activity 10. Let us complete the sentences.
സെന്റൻസസ് കംപ്ലീറ്റ് ചെയ്യാം. എന്തിന്റെ ചിത്രമാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഒരു ജീപ്പ് ഉണ്ടല്ലേ, പക്ഷേ ജീപ്പിന് വീൽസ് ഇല്ല. ദിസ് ജീപ്പ് ഹാസ് നോ വീൽസ്. ദിസ് ജീപ്പ് ഹാസ് നോ വീൽസ്. ജീപ്പിന് വീൽസുകളില്ല. ഇനി ലോറിയിൽ നോക്കൂ. ലോറിയിൽ എന്താണ് ഇല്ലാത്തത്? ലൈറ്റ് ഇല്ല അല്ലേ? ദിസ് ലോറി ഹാസ് നോ ലൈറ്റ്. ദിസ് ലോറി ഹാസ് നോ ലൈറ്റ്. ഇനി ബൈസൈക്കിൾ നോക്കൂ. ബൈസൈക്കിളിൽ എന്താണ് ഇല്ലാത്തത്? സീറ്റ് ഇല്ല അല്ലേ? ദിസ് ബൈസൈക്കിൾ ഹാസ് നോ സീറ്റ്. ദിസ് ബൈസൈക്കിൾ ഹാസ് നോ സീറ്റ്. ഇനിയെന്താ? വാനാണല്ലേ. വാനിന് എന്തില്ല? ഡോറില്ല. The van has no door. The van has no door. Activity 11. What will the dog say? Dog എന്ത് പറയും? ഇവിടെ ചിത്രത്തിൽ നോക്കൂ. എന്താ കാണുന്നുള്ളത്? ഇവിടെ ഒരു പൂച്ച ചെയറിലിരിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ചോദിക്കുന്നത്? ഡോഗിനോട് ചോദിക്കുന്നു, എ കപ്പ് ഓഫ് ടീ പ്ലീസ്. എനിക്കൊരു കപ്പ് ചായ കൊണ്ടുവരൂ. അപ്പോൾ ഡോഗ് ചായയും കൊണ്ട് വരുന്നുണ്ട്. ആ സമയം എന്താ സംഭവിച്ചു? ഡോഗിന്റെ കയ്യിൽ നിന്നും ചായയും കപ്പും താഴേക്ക് വീണ് കപ്പ് പൊട്ടിപ്പോയി അല്ലേ? അപ്പോൾ ഡോഗിന്റെ നിന്നും വന്ന മിസ്റ്റേക്ക് ആണത് അല്ലേ? ഡോഗിന്റെ കയ്യിൽ നിന്നും കപ്പ് അറിയാതെ താഴേക്ക് വീണു. അപ്പോൾ ക്യാറ്റ് എന്ത് പറയുന്നു? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഇത് നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ്. അപ്പോൾ ഡോഗ് എന്ത് പറയും? നമ്മുടെ കയ്യിൽ നിന്നും ഒരു മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ എന്താ പറയേണ്ടത്? ക്ഷമിക്കാൻ പറയണമല്ലേ? സോറി പറയണം. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാലേ നമ്മള് സോറി പറയണം. അപ്പോൾ ഡോഗ് എന്താ ഇവിടെ പറഞ്ഞത്? സോറി. സോറിയുടെ സ്പെല്ലിംഗ് എന്താ? SORRY. സോറി. നമ്മളിൽ നിന്നും എന്ത് മിസ്റ്റേക്ക് വന്നാലും നമ്മള് സോറി പറയണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.